ഈ വീഡിയോ പറയുന്നത് എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹത്തെക്കുറിച്ചാണ്. തളിത്താക്കോം എന്ന ഒരു വീഡിയോ, അത് എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, അനുഗ്രഹങ്ങൾ, അത് പറയാൻ വേണ്ടിയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നോർമലി നമുക്ക് ഒരു വചനമോ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്തു പോകും. ഇതാണോ അത് എന്ന് കരുതിയിട്ട് ഇപ്പോഴുള്ള ജനറേഷനിൽ പൊതുവെ അങ്ങനെ ഒരു സംഭവം ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാനും ആ ഒരു കാറ്റഗറിയിൽ പെട്ട ഒരാളായിരുന്നു. എൻ്റെ ജീവിതത്തിൽ തളിത്താക്കോം എന്ന് പറയുന്ന ആ വീഡിയോ വരാൻ തുടങ്ങി, ഞാൻ അത് ജോയിൻ ചെയ്ത് കാണാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഗ്രഹങ്ങളിൽ ഒരു വാക്കുകൊണ്ടോ അരമണിക്കൂർ കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ പറഞ്ഞു തീരാൻ്റെ അപ്പുറമാണ് എനിക്കുണ്ടായ അനുഗ്രഹങ്ങൾ. അത് കഴിയുന്നത് എല്ലാവരും അത് കാണണം എന്നും, അത് കണ്ടു കഴിയുമ്പോൾ ഇപ്പം മറ്റൊരാൾ പറയുമ്പം നമുക്കത് അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അത് എഫക്റ്റ് ആവുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളത് കണ്ടു തുടങ്ങുമ്പോൾ നമുക്കതിനോടുണ്ടാവുന്ന ദാഹം, നമ്മൾ ശരിക്കും എങ്ങനെയാണ് നമ്മൾ നോർമലി ഒരു സീരിയൽ അഡിക്റ്റ് ആവും. അടുത്ത എപ്പിസോഡ് എന്താണ്, അടുത്ത എപ്പിസോഡ് സെയിം പ്രോസസ്സിലായിരിക്കും നമുക്ക് ഇത് കാണാനുള്ളൊരു ദാഹം ഉണ്ടാകുന്നത്. അയ്യോ, എനിക്കത് പിറ്റേ ദിവസം, നമ്മൾ ആ ഒരു ദിവസം തുടങ്ങുന്നത്, എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നതെന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ കണ്ടിട്ടായിരുന്നു. അത് അന്നത്തെ ദിവസം എനിക്ക് വല്ലാത്തൊരു അനുഗ്രഹമാണ് അന്നത്തെ ദിവസം എനിക്ക് ഉണ്ടാകുന്നത്. എല്ലാ ആപത്തുകളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാറുണ്ട്. അത് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ അത് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് അത്ര അനുഗ്രഹങ്ങൾ ഉണ്ടായി എന്നുള്ളത്. ഇത് സാറ്റർഡേ സൺഡേ എനിക്കത് കിട്ടുന്നില്ല. അന്ന് എനിക്കുണ്ടാവുന്നൊരു വിഷമം, എങ്ങനെയെങ്കിലും എനിക്കതൊരു മൺഡേ ആയി കിട്ടിയാൽ മതി. അത് കാണാനുള്ളൊരു അതീവ ദാഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വർഷങ്ങളോളം ദാഹിച്ച് കിടന്നിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വെള്ളം, ഒരു തുള്ളി, ആ ഒരു ഫീലാണ് എനിക്ക് ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എൻ്റെ മനസ്സിന് കിട്ടുന്നത്. അത് ഞാനൊരു ദിവസം എനിക്ക് വിഷമം വരുമ്പോഴും, അത് നോർമലി രാവിലെ ഞാൻ കാണും, ദിവസം തുടങ്ങും. എനിക്ക് വിഷമം കാണുമ്പോൾ ഒരു ദിവസം ആ ഒരു വീഡിയോ ഞാനൊരു 10-25 പ്രാവശ്യമെങ്കിലും അത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ കാണും. ആ വചനപ്രഘോഷണം കേൾക്കുക, അത് മനസ്സിലാക്കി, എനിക്ക് അത് എൻ്റെ മനസ്സിന് വിഷമം വരുമ്പോഴും അത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ കാണുമ്പോൾ എനിക്കുണ്ടാവുന്നൊരു എന്താ പറയുക, ഒരു ഫീലിംഗ് എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അത്രത്തോളം അനുഗ്രഹമാണ് ആ ഒരു തളിത്താക്കോം എന്ന് പറയുന്ന ഒരു വീഡിയോ, ആ ഒരു പ്രാർത്ഥന. ഈശോയെ, ഇനിയും അതേപോലെ നല്ല വചനപ്രഘോഷണം ഇനി എനിക്ക് കിട്ടാനും ഇത് അനേകരിലോട്ട് എത്താനായിട്ട് വഴിയൊരുക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഒത്തിരിയേറെ വിഷമിച്ചിരിക്കുന്ന കുറേ മക്കളുണ്ടാവും. അവർക്കിത് കിട്ടിക്കഴിയുമ്പോൾ അവരിലുണ്ടാവുന്നൊരു സന്തോഷം, എനിക്കത് എന്നിൽ ഉണ്ടായത് കൊണ്ട് എനിക്ക് ഉറപ്പാണ് അതങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതെല്ലാവരിലേക്കും എത്താൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്ന് സുവിശേഷം വ്യാജ പ്രവാചകന്മാരെ കുറിച്ച് പറയുക. ഒരു കഥ പറയട്ടെ. ഒരു ദിവസം മിഖായേൽ ദൂതൻ ദൈവത്തോട് ഒരു പരാതി പറഞ്ഞു. പരാതി ഇതായിരുന്നു: ദൈവമേ, പലവിധ ലാംഗ്വേജുകളിൽ ആയിരക്കണക്കിന് പ്രാർത്ഥനകളാണ് ദൈവസന്നിധിയിലേക്ക് ഉയരുന്നത്. ഈ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം പറയുവാൻ നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് പലതിൻ്റെയും അർത്ഥം മനസ്സിലാകുന്നില്ല. ഞാൻ എന്നാ ചെയ്യണം? ഉടനെ ദൈവം മിഖായേൽ ദൂതനോട് പറഞ്ഞത്രേ, അവരുടെ പ്രാർത്ഥനകളൊന്നും നീ ശ്രദ്ധിക്കണ്ട. അവരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് അവർക്ക് വേണ്ടത് കൊടുക്കൂ. നാം എല്ലാവരും കർത്താവിൻ്റെ അഭിഷിക്തരാണ്, രാജകീയ പുരോഹിത ഗണമാണ്. യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് മാറ്റി നിർത്തപ്പെട്ടവരാണ്.
നമ്മൾ വ്യാജപ്രവാചകന്മാരാകരുത്. അതായത് പറയുന്നത് തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തികളായി തീരണം. അങ്ങനെ യഥാർത്ഥ പ്രവാചകന്മാരായി യേശുവിനെ ഈ ഭൂമിയിൽ കാണിച്ചു കൊടുക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.